ശ്രീ ഡി സുരേഷ് കുമാർ, ഇപ്പൊ നോക്കൂ, PS പ്രശാന്തിനെതിരായ പരാമർശത്തെക്കുറിച്ച് ശ്രീ ശങ്കുട്ടി ദാസ് സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. VN വാസവനെതിരെ ഉള്ള ആരോപണത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഇത് നോക്കൂ, അതായത് 2019 ഉണ്ടായ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തിനാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഇപ്പോഴത്തെ, അതായത് ഇതുണ്ടായ സമയത്ത് ജയകുമാറിന് മുൻപ് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയെയും രാജിവെപ്പിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു CPM. ഇത് ഒരു മുന്നണി നേതൃത്വം നൽകുന്ന സർക്കാരല്ലേ? ഈ മുന്നണിയുടെ തീരുമാനപ്രകാരം മന്ത്രിസ്ഥാനത്തേക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും എത്തിയവരല്ലേ? ഈ പറയുന്ന N വാസുവിനെതിരെ കോടതി ഇന്നും പുറപ്പെടുവിച്ചിരിക്കുന്ന വിമർശനങ്ങൾ എന്താണ്? നിങ്ങൾ സൂക്ഷിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരല്ലേ എന്നുള്ളതല്ലേ? എത്ര കോടതി കയറി പത്മകുമാറും N വാസുവും ഒക്കെ ഇതുവരെ ഒന്ന് പുറം ലോകം കാണാൻ സാധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണത് സാധിക്കാത്തത്? ഇപ്പോൾ നിങ്ങളുടെ മന്ത്രി പാട്ടുപാടിയതിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ അഭിമാനബോധമുണ്ട് എന്ന് പറയുന്നു. സ്വന്തം നേതാക്കൾ ജയിലിൽ കിടക്കുമ്പോൾ പാട്ടുപാടാൻ കഴിയുന്ന മാനസിക വികാസത്തെ ഓർത്ത് ഞാനും അത്ഭുതപ്പെടുന്നു. അല്ല, അതിനു മുമ്പ് ഒരു ചെറിയൊരു കാര്യത്തിന് മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ ഈ സോണിയാഗാന്ധിയുടെ സന്ദർശനത്തെ സംബന്ധിച്ച് ബഹുമാന്യായ മാധു കോൺഗ്രസ് പ്രതിനിധിയോട് ആവർത്തിച്ച് എന്തിന് എന്ന പ്രസക്തമായ ചോദ്യം ചോദിച്ചു. ഒരു മറുപടി അദ്ദേഹം ചോദ്യം ചോദിച്ചയാളിനെ ഇളിഫ്യതയോടുകൂടി കണ്ടതല്ലാതെ ഒരു മറുപടി അദ്ദേഹത്തിന് പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? അദ്ദേഹം എന്നിട്ട് പറയുന്നത് കടകംപള്ളിയുടെ സന്ദർശനത്തിൽ ട്രാൻസ്പെറൻസി ഇല്ല, സോണിയാഗാന്ധിയുടെ സന്ദർശനം അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ ചെന്ന് കണ്ടത് ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് എന്ന മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് അദ്ദേഹം പറഞ്ഞതിൻ്റെ ലോജിക്ക് എനിക്കെന്ന് മാത്രമല്ല കേട്ടിരുന്ന ഒരു പ്രേക്ഷകനും മനസ്സിലാക്കാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇതാണ് കോൺഗ്രസ് കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക, ഇതിങ്ങനെ തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ കോടതിയുടെ ചില ഇടപെടലുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ പരാമർശങ്ങളെ സംബന്ധിച്ച് വളച്ചൊടിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. കോടതി പറഞ്ഞ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വസ്തുനിഷ്ഠമായി പറയാൻ വേണ്ടി തയ്യാറാകണം. കോടതി എന്താ പറഞ്ഞത്? ഈ കേസിനകത്ത് ബാഹ്യ ഇടപെടലില്ല എന്ന് കോടതി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സർക്കാരിനും ഈ ഗവൺമെൻറ്റിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും പ്രത്യേകിച്ച് CPM-നുമൊക്കെയുള്ള അംഗീകാരം. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇവർ ആവർത്തിച്ച് പൊതുജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഈ അന്വേഷണത്തിൽ SIT-യിൽ കോടതിയിൽ അനാവശ്യമായി സർക്കാരും അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രതിനിധികളും ഇടപെടുന്നു എന്ന പച്ചക്കള്ളം മാധ്യമങ്ങളുടെ മുന്നിൽ വന്നതെന്ന് പറയാൻ നേതൃത്വം കാണിക്കുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവാണ് എന്നുള്ളതാണ് ഏറ്റവും നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അവിടെ നിന്നാണ് കോടതി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. ചില കാര്യങ്ങൾ കോടതി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അന്തിമമായി കോടതി ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഈ പറഞ്ഞ ആളുകളുടെ ഇൻവോൾവ്മെൻറ്റ് അത് ഏത് രൂപത്തിലാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരാനും ഇനിയും ഒരല്പം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ ഇൻവോൾവ്മെൻറ്റ് നെഗ്ലിജൻസ് ആണോ? അതിനപ്പുറത്തേക്ക് അവർ ക്രിമിനൽ കോൺസ്പിറസിയിൽ പങ്കാളികളായിട്ടുണ്ടോ? അതല്ല എങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ തന്നെ അസ്വാഭാവികമായ ഒരു കോടതി നടപടിയിലൂടെ ഉണ്ടായ കേസാണ്. ഒരു മിനിറ്റ്, SIT അന്വേഷിച്ച് റിപ്പോർട്ട് നൽകി കോടതി അതിൽ വിധി പറയുക എന്ന് പറയുന്ന സാഹചര്യമല്ല ഉണ്ടാകുന്നത്. കോടതി കൃത്യമായി ഇതിലൊരു എൻക്വയറി നടത്തി അതിന്റെ കോടതി നിർദ്ദേശപ്രകാരം എടുത്ത കേസാണ്. അതുകൊണ്ട് പിന്നീട് വരുന്ന ഡെവലപ്മെന്റ് എന്നതിനപ്പുറത്ത് ഈ SIT-ക്ക് രൂപം നൽകുമ്പോൾ അതിനു മുൻപ് വിജിലൻസ് അന്വേഷണം നടത്തുമ്പോഴൊക്കെ കോടതി ഈ മഹസറുകളടക്കം വിളിച്ചു വരുത്തി ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഈ തരത്തിലുള്ള കൊള്ള അവിടെ നടക്കുന്നത് ഉദ്യോഗസ്ഥരും മേൽ ഭരണ നേതൃത്വവും അറിയാതെയാണെന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നത് വ്യക്തമാക്കിയതിനു ശേഷമാണ് അന്വേഷണം. അല്ലാതെ ഇവിടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ട് അപ്പുറത്തേക്ക് പോയി പിന്നീട് SIT അങ്ങനെയല്ല. അതുകൊണ്ട് പിന്നീട് അത് വരട്ടെ എന്ന് പറയുന്നത് ഇത് കോടതി കണ്ടുപിടിച്ച് കോടതി നമ്മൾ പറയുമ്പോൾ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റി പറയരുത്. മാധു, നമ്മൾ പറയുമ്പോൾ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റി അല്ലെങ്കിൽ ബോധപൂർവ്വം അതിനെ ഹിഡൻ ചെയ്തുകൊണ്ട് പറയരുത്. ബഹുമാനപ്പെട്ട സംസ്ഥാന ഗവൺമെന്റിന്റെ അഫിഡവിറ്റും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ച് ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്ന് തന്നെയായിരുന്നു. അതല്ലാതെ ഈ അന്വേഷണത്തിന് എവിടെയെങ്കിലും എതിർപ്പ് നിൽക്കുന്ന സ്വഭാവം ഒരു കാരണവശാലും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അല്ല, സർക്കാർ എവിടെയെങ്കിലും എതിർത്തിരുന്നു? സർക്കാർ എതിർത്തിരുന്നു. സർക്കാരിന്റെ അഫിഡവിറ്റിനകത്ത് വളരെ കൃത്യതയോടുകൂടി അന്വേഷണം ഉണ്ടാകണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടത്. അല്ല, സർക്കാരിന്റെ ആവശ്യപ്രകാരം അല്ല അന്വേഷണം ഉണ്ടായത്. സർക്കാരിന് കോടതി അന്വേഷണ SIT രൂപീകരിച്ചതിന് ശേഷം സർക്കാരിന് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? സർക്കാർ ഒരിടത്ത് നിങ്ങൾ ഇങ്ങനെ അല്ല സർക്കാർ ഈ പറയുന്ന അഭിപ്രായ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ സർക്കാർ എതിർപ്പുളവാക്കി എന്ന നിലയിലേക്ക് വരും. ഇവിടെ ഒരു വരി ബഹുമാനപ്പെട്ട ശ്രീ ശങ്കുട്ടി ദാസ് ഒന്നൊന്ന് പറഞ്ഞോട്ടെ, ശങ്കുട്ടി ദാസ് പറഞ്ഞു വെക്കുകയുണ്ടായി.
ബഹുമാന്യനായ മുൻ ദേവസ്വം പ്രസിഡന്റ് ശ്രീ പ്രശാന്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളിയെന്ന് ഞാൻ കരുതി മാധു അതിനകത്ത് ഇടപെടുമെന്നാണ് കരുതിയത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് പ്രേക്ഷകരെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത്, അല്ലെങ്കിൽ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രൂപത്തിലുള്ള വർത്തമാനം പറഞ്ഞു വെക്കുന്നത്? ഇത് തെറ്റായ ഭീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി, തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം ചെയ്യുന്നതല്ലേ? അങ്ങനെ ഒരു സംഗതിയില്ല. ബഹുമാനപ്പെട്ട ദേവസ്വം പ്രസിഡന്റിനെയും ശംഖു, എന്താണ് അത് അങ്ങനെ പറയാൻ കാരണം? നോക്കൂ, ആന്റിസിപ്പേറ്ററി ബെയിൽ സുപ്രീം കോടതി തള്ളിയത് ശങ്കർദാസിന്റെ ആയിരുന്നു. ഈ PS പ്രശാന്തിനെതിരെ പരാമർശം വന്നത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വിധിയിലാണ്. പക്ഷെ അതങ്ങ് പറഞ്ഞപ്പോൾ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. മാത്രമല്ല താങ്കൾ പറഞ്ഞത് PS പ്രശാന്തിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളി എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് താങ്കൾ നിരുപാധികം പിൻവലിക്കാൻ ഓക്കെ അല്ലല്ല, ഇതാണ് ഇതിനകത്തെ പ്രശ്നം. എന്റെ ഇത്രയും വർഷകാലം ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ് കേട്ടോ ഒരാൾ പറഞ്ഞൊരു കാര്യം തിരിച്ചെടുക്കുന്നത്. ഐ അപ്രീഷിയേറ്റ് ദാറ്റ്. അല്ല, അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പകൽ പോലെ വെളിച്ചത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതല്ലാതെ മറ്റൊരു ഉപാധി വേറെ ഉപാധി ഇല്ലല്ലോ മാധു. അങ്ങനെ നമ്മൾ വെള്ളം പൂശരുത്. അല്ലല്ല, നമ്മളിങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ ചില കാര്യങ്ങൾ വരികൾക്കിടയിലൂടെ പറഞ്ഞു പോകുമ്പോൾ പ്രേക്ഷക സമൂഹം ചിന്തിക്കുന്നത് എന്താണ്? ആന്റിസിപ്പേറ്ററി ബെയിൽ തള്ളിയ ഒരാൾ പുറത്തു നിന്ന് വിലസുകയാണെന്നുള്ള നിലയിലേക്കല്ലേ കാര്യങ്ങൾ. വലിയ തെറ്റിദ്ധാരണ ഉണ്ടാക്കുമായിരുന്നു. ശരി, അദ്ദേഹം അത് പിൻവലിച്ചു. അത് നിർത്തു. അത് ശരിയാണ്, അതൊരു പിഴവാണ്. ഇനി അങ്ങ് പറയൂ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയൂ. യെസ്, ഓക്കെ, നിർത്തി. ഇനിയുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സർക്കാർ ഉൾപ്പെടെ ഒരിടത്തും ഈ അന്വേഷണത്തിന് എതിര് നിൽക്കുകയോ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്ന് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കോടതിയാണ്, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ്. അത് നമ്മൾ പലപ്പോഴും ഹിഡൻ ചെയ്യുകയോ അല്ലെങ്കിൽ ബോധപൂർവം അത് വിട്ട് മറ്റു കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട്. അത് ശരിയല്ല. സർക്കാർ ഇക്കാര്യത്തിൽ സർക്കാരിനൊന്നും മറച്ചു വയ്ക്കാനില്ല എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഈ വിഷയം റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരും, മന്ത്രിമാരുൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വളരെ കൃത്യതയോടുകൂടി പറയുകയാണ്. അതെന്തുകൊണ്ടാണ് പറയുന്നത്? ഞങ്ങൾ നിയോഗിച്ച ചില ആളുകൾക്ക് പിശക് പറ്റിയിട്ടുണ്ട്. ആ പിശകിനെ സംബന്ധിച്ചുള്ള വ്യക്തത, അതിൻ്റെ വിശാലത എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും ചില ഊഹാപോഹങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിനെ സംബന്ധിച്ച് ക്രിസ്റ്റൽ ക്ലിയറായി ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾക്ക് CPM പോലൊരു സംഘടനയ്ക്കകത്ത് അധികകാലം തുടർന്നു പോകാൻ കഴിയുകയില്ല എന്നുള്ളത് ഈ സംഘടനയെക്കുറിച്ചും വളരെ വ്യക്തമായി വിമർശന വിധേയമായിട്ടാണെങ്കിൽ പോലും പഠിക്കുന്ന ശ്രീമതി ബഹുമാനപ്പെട്ട മാധു അടക്കമുള്ള ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അല്ല, അങ്ങനെയുള്ള ചില അറിവുകളും ധാരണകളും ഒക്കെ വെച്ചുകൊണ്ടാണ് എന്തുകൊണ്ടാണ് പത്മകുമാറിനെയും N വാസുവിനെയും പുറത്താക്കാത്തത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. പക്ഷെ അതിന് ദൗർഭാഗ്യവശാൽ ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല എന്ന് ഞാൻ അങ്ങയോടൊന്ന് ആവർത്തിച്ച് വ്യക്തമാക്കട്ടെ പ്രേക്ഷകരോട്.